ആരംഭിക്കലാങ്ങളാ. ഈ ഇലക്ഷൻ തുടങ്ങിയ സമയങ്ങളിൽ ഈ മുഖ്യമന്ത്രി ചർച്ച വലിയ രീതിയിൽ മുന്നോട്ട് വച്ചാണ്. അത് ഇടതുപക്ഷമാണ് മുന്നോട്ട് വെച്ചത്. ആണോ? ഭയങ്കര. കേരളത്തിൽ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വലിയ അടി നടക്കും എന്ന് പറയുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം പൂർണ്ണമായി കെ സി വേണുഗോപാൽ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഈ പല യുവ MLA-മാർക്ക് സീറ്റ് കിട്ടാനുള്ള കാരണവും കെ സി വേണുഗോപാൽ തന്നെയാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പൊ കെ സി വേണുഗോപാൽ ഇതിൻ്റെ അകത്ത് ഇല്ല എന്ന് വെച്ചോളൂ. രണ്ട് വിഭാഗത്തിന് വെട്ടി പകുതി ആൾക്കാർക്ക് ഇവിടെയും പകുതി ആൾക്കാർക്ക് അവിടെയും സീറ്റ് കൊടുക്കും എന്നുള്ളത് എനിക്ക് അപ്പുറം ഒന്നും നടക്കാനില്ല. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. നടന്നത് എങ്ങനെയാണ്? എല്ലാത്തിനും മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. ഇത് ജയിക്കുമോ തോക്കുമോ 102 സീറ്റിലാണ് അധികാരത്തിൽ വന്നേക്കണം കേട്ടോ, ചെറുതല്ല. എന്താണാവോ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും പണം കൊണ്ടുവന്നത് കെ സി വേണുഗോപാലല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പം അത് മാത്രമാണ് എനിക്ക് തോന്നുന്നു. തെലങ്കാന മുഖ്യമന്ത്രി വലിയ രീതിയിൽ നമ്മളിവിടെ ഈ ഇലക്ഷൻ്റെ സമയത്ത് വലിയ രീതിയിൽ പ്രചരണത്തിന് ഉപയോഗിച്ചത് തെലങ്കാന മുഖ്യമന്ത്രിനെയാണ്. ഏകദേശം 5-6 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തു. കാരണം പിണറായി വിജയനെതിരെ ഡാഷ്മോനെ പരാമർശം വന്നതും പരാമർശം വന്നതും ഒക്കെ ആരുടെ കെ സി വേണുഗോപാൽ. കേരളത്തിൽ സ്വാധീനിക്കാൻ പറ്റിയ 2 മുഖ്യമന്ത്രിമാരാണ്. ഒന്ന് ഉപമുഖ്യമന്ത്രിയും DK ശിവകുമാറും, ഒന്ന് ഈ പറയുന്ന രേവന്ത് റെഡ്ഡിയും. അപ്പോൾ രണ്ടുപേരെയും കേരളത്തിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റിയ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കെ സി വേണുഗോപാൽ അവനെ ജയിപ്പിക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു കളിയുണ്ട്. 2019 ഇലക്ഷൻ നടക്കുന്നത്, ഏത് പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കെ സി വേണുഗോപാൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പാർലമെന്റ് ഇലക്ഷനാണ് 2025 നടക്കുന്നത്, 24 നടക്കുന്നത്. കെ സി വേണുഗോപാൽ കയറുന്ന സമയത്ത് വലിയ തോൽവി കോൺഗ്രസിന് സംഭവിച്ചതിന് ശേഷം ആ ബാറ്റൺ എടുക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ. ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞു. നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നതിൽ എനിക്ക് യാതൊരു സങ്കടവുമില്ല. വോട്ട് കുത്തിയവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത് ജനാധിപത്യത്തോടുള്ള ജനങ്ങളുടെ വിധിയോടുള്ള വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രി ആകാനുള്ള താല്പര്യങ്ങളും അതിനുവേണ്ടി അവർ നടത്തുന്ന പ്രചാരണങ്ങളും അതിനുവേണ്ടി അവർ നടത്തുന്ന തയ്യാറെടുപ്പുകളും ഇതൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവോൾവ് ചെയ്തു വന്ന ഒരു പ്രത്യേക സാഹചര്യമല്ല, ഒരു പുതിയ സാഹചര്യമല്ല എന്നത് ഒന്നുകൂടി മനസ്സിലാക്കാം. അത് അറിയാവുന്നതാണ്, അറിയില്ല എന്ന് നടിക്കുന്നതാണ്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. അവരുണ്ടെന്നറിഞ്ഞുകൊണ്ടും അവർക്ക് ഈ മത്സരബുദ്ധി ഉണ്ടെന്നറിഞ്ഞുകൊണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ജയിച്ചാൽ ഈ മത്സരം കടുത്തതാകുമെന്നുള്ളതും സാധ്യമായ 18 അടവും മുഖ്യമന്ത്രിയാകാൻ ഈ 3 പേരും പയറ്റും എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അതല്ലാതെ അല്ലല്ലോ. 3 പേർ മത്സരിക്കും, ഒരാൾ മത്സരിക്കില്ല എന്നതാണ് പ്രഥമ പരിഗണനയെങ്കിൽ സ്വാഭാവികമായും ഇവിടെ LDF ജയിച്ചേനെ. ഇപ്പൊ കോൺഗ്രസിന്റെ ഈ തനത് സവിശേഷതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ ബുദ്ധിയുള്ളവർ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതെങ്കിൽ അവരതങ്ങ് സഹിച്ചോളും. 2021 തുടർഭരണം CPM നേടിയ സമയത്ത് തുടർ പരാജയം UDF-ന് ഉണ്ടായ സമയത്ത് ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ഏൽപ്പിച്ച ആളാണ് VD സതീശൻ. സ്വാഭാവികമായും ആ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവന്നുവെങ്കിൽ അതിൽ അദ്ദേഹത്തിന് വളരെ നാച്ചുറൽ ആയ ഒരു ക്ലെയിം ഉണ്ട് എന്നതാണ് എന്റെ പക്ഷം. 100% ഞാൻ യോജിക്കുന്നു. ഇനി KC വേണുഗോപാൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് കൊണ്ടാണ് ഈ പുതുമുഖ നേതാക്കൾക്കൊക്കെ മത്സരിക്കാനും ജയിക്കാനും കഴിഞ്ഞത് എന്ന് പറയുകയാണ് എങ്കിൽ ഇതൊരു രാഷ്ട്രീയ വിധിയെഴുത്താണ്. KC വേണുഗോപാൽ കൊണ്ടുപോയി നിർത്തിയ സ്ഥാനാർത്ഥികളുടെ മഹിമ കൊണ്ടോ KC വേണുഗോപാൽ വെട്ടിക്കളഞ്ഞവരുടെ മോശം കൊണ്ടോ അല്ല ഈ വിധിയെഴുത്തുണ്ടായത്. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. KC വേണുഗോപാൽ ഈ ഇലക്ഷന്റെ പാറ്റേൺ ആണ്. അദ്ദേഹം ഡൽഹിയിലിരുന്ന് നിയന്ത്രിച്ചു, ഹൈക്കമാൻഡിന്റെ മുഴുവൻ സംഘടനാ സംവിധാനവും ഇവിടെ ചെലവഴിച്ചു, ഫണ്ട് കൊണ്ടുവന്നു, ഈ പറയുന്ന വിമത ശബ്ദത്തെ ഇല്ലാതാക്കി അത് സ്നേഹരൂപേണയും കെട്ടിപ്പിടിച്ചും ഒക്കെ മാറ്റി. ശരിയാണെന്നേ, ഇതൊക്കെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വമാണ്. AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. അദ്ദേഹം ഫണ്ട് കൊണ്ടുവന്ന് ഇവിടെ ചെലവഴിക്കണം, അദ്ദേഹം ഇലക്ഷന്റെ പാറ്റേൺ ആകണം. അത് കേരളത്തിൽ മാത്രമല്ല, ഈ രാജ്യത്ത് ഇലക്ഷൻ നടന്ന എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ചുമതല അങ്ങനെ തന്നെയാണ്. 2016 തന്നെയല്ലേ അസമില് ഈ പറയുന്ന സർക്കാരിന് പുറത്തേക്ക് പോകേണ്ടി അവിടെ സാധ്യമാകാതിരുന്നത് ഇവിടെ സാധ്യമാകുമ്പോൾ അതിന്റെ മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അസമിലെ പരാജയത്തിന് ഉത്തരവാദിത്വം ഇല്ലേ? അതും സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിക്ക് ഉത്തരവാദിത്വമുള്ളൊരു കാര്യമല്ലേ? അപ്പോൾ അവിടെ സാധ്യമാകാത്തത് ഇവിടെ സാധ്യമാകുന്ന സമയത്ത് ഇവിടെ വേറൊരു ഫാക്ടർ ഉള്ളത് VD സതീശനാ. അത് അംഗീകരിക്കാൻ കൂടി പഠിക്കുന്നത് നന്നായിരിക്കും. ഇനി
ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട കെ.സി. വേണുഗോപാൽ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും വലിയ മുന്നേറ്റം ഉണ്ടായത് എങ്കിൽ ഈ രാജ്യത്ത് നീളത്തിലും കുറുകെ നടന്ന വേറൊരു മനുഷ്യനുണ്ട്. രാഹുൽ ഗാന്ധി എന്നാണ് അയാളുടെ പേര്. അതിനെ പിടിച്ച് നിഴലിലേക്ക് നിർത്തരുത് എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ചളമായെന്ന് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ CPIM ആരെയാണ് എതിരാളിയായി കണ്ടിരുന്നത്? പ്രതിപക്ഷ നേതാവിനെ നുണേശൻ എന്ന പേര് വിളിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് CPIM തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഉടനീളം നടത്തിയിട്ടുള്ളത്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ലേ. ഇവിടെയൊക്കെ ഒരു കൗതുകരമായ കാര്യം, കെ.സി. വേണുഗോപാൽ അങ്ങനെ മുഖ്യമന്ത്രിയായി വരുന്നതിനെ കുറിച്ച് CPIMൽ നിന്നും ഒരു പ്രതികരണവും വരുന്നില്ല. CPIMന് VD സതീശൻ എന്ന ഒരൊറ്റ ശത്രുവാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് കൂടി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്ന് ഈ ഇലക്ഷനിൽ തുടക്കം മുതൽ തന്നെ പറഞ്ഞ എൻ്റെ നിലപാടുണ്ട്. കെ.സി. വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ മാനേജറായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മെന്റർ ആയിരുന്നു കെ.സി. വേണുഗോപാൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്യു കുഴൽനാടൻ ഇന്ന് ലീഗ് പ്രവർത്തകരിൽ ചിലർ മാത്യു കുഴൽനാടനെതിരെ രംഗത്ത് വന്നു. മാത്യു കുഴൽനാടൻ ഒരു വാക്കുകൊണ്ട് പോലും ലീഗ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. നിയമസഭാ കക്ഷി നേതാവായി, മുസ്ലിം ലീഗിലെ നിയമസഭാ കക്ഷി നേതാവായി ആര് വരണം എന്ന് കോൺഗ്രസ് പറയുമോ? ഇതാണ് ചോദ്യം. മുസ്ലിം ലീഗിലെ നിയമസഭാ കക്ഷി നേതാവ് ഇന്നയാളാകണമെന്ന് കോൺഗ്രസ് പറയുമോ എന്ന ആ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ അങ്ങ് പറയുന്ന ഈ ടോണിലല്ല അത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി, ഇവർക്കെല്ലാം അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. എപ്പോഴാണ് അവർ അഭിപ്രായം പറയുക? ഇത് കഴിഞ്ഞിട്ട് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തതിന് ശേഷം ഒരു മുന്നണി യോഗം കൂടും. ആ മുന്നണി യോഗത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ നിയമസഭാ കക്ഷി നേതാവിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയാനുള്ള അവകാശം ഇവർ പാർട്ടികൾക്കുണ്ട്. മാത്യു കുഴൽനാടൻ ഈ പറയുന്ന ചേരിപ്പോരിൽ ഒരു ചേരിയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അല്ല, VD സതീശൻ അനുകൂലമായ ഒരു നിലപാടാണ് ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന ഒരു ആരോപണമാണ് ഉള്ളത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വിമർശനം വളരെ സ്വാഭാവികമായോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് കടന്നതുകൊണ്ടോ മാത്രമാണെന്ന് ഒരു മിനിറ്റ് വിചാരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിനപ്പുറത്ത് സ്വന്തം ഗ്രൂപ്പിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി വന്നൊരു അഭിപ്രായത്തെ ചെറുക്കാനുള്ള വ്യഗ്രത അതിൽ പ്രകടമാണ്. അതിലെ പൂർണ്ണ നിഷ്കളങ്കത എന്നത് ആരോപിക്കണം. മാത്യു കുഴൽനാടൻ സ്വാഭാവികമായും കേസിക്ക് വേണ്ടിയിട്ടുള്ള പോൾ മാനേജറാണ്. പക്ഷെ മാത്യു കുഴൽനാടൻ പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. ഈ MLA എല്ലാവരും കൂടി, ഈ 50 MLA വന്നിട്ട് VD സതീശനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഈ ചർച്ചയുണ്ടാവൂല. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾ ഒരു യുവ നേതാവ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പോൾ ജനം വിചാരിക്കുന്നു ഈ നേതാവാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അങ്ങനെ വോട്ട് ചെയ്യുന്നു. ആ വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങൾ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ വളരെ നിർജീവമായി കിടന്ന ഒരു സംഘടനയെ ഈ സംസ്ഥാന തലത്തിൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് വളരെ ശക്തമായ രീതിയിൽ സഭയ്ക്കും പുറത്തും നിന്നുകൊണ്ട് നേതൃത്വം നൽകിയ നേതാവിന്റെ പേര് VD സതീശൻ തന്നെ. ഒരു സംശയം വേണ്ട, അതൊരു സത്യം മാത്രം. അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയിൽ മികച്ച സ്ഥാനം കിട്ടുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം ഒരുപക്ഷെ ധനകാര്യമന്ത്രിയോ മന്ത്രിയോ ഈ ആസൂത്രണ മികവ് അദ്ദേഹം കാണിക്കേണ്ടത് കേരളത്തിന്റെ തകർന്നിരിക്കുന്ന സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ വകുപ്പായിരിക്കും കിട്ടാൻ പോകുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത്. കാര്യം അദ്ദേഹത്തിന് MLA എണ്ണം എടുത്താൽ 5 ഉള്ളൂ. 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് അന്ന് ഇതേ റിപ്പോർട്ടർ ഇരുന്ന അന്ന് നികേഷിന്റെ ഇന്ത്യ വിഷനിൽ വന്നിരുന്ന് അവസാനത്തെ ക്യാബിനറ്റ് റിപ്പോർട്ടിൽ വന്നിരുന്നു പറഞ്ഞത് തീവിട്ടിക്കൊള്ള എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേര് എന്താണെന്ന് അറിയാമോ? VD സതീശൻ. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയൻ പറഞ്ഞത് ആരാ? അവസാന സമയം ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണോ ഹൈക്കമാൻഡ് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത്? ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന സീനിയോറിറ്റി ഇല്ലാത്ത VD സതീശനെ
സഭയിൽ ഇപ്പോൾ നിങ്ങൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഭരണപക്ഷത്തെ വെള്ളം കുടിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ പ്രതിപക്ഷത്തേക്ക് വരുന്നു, പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. അയാൾ തന്നെ ഭരണപക്ഷത്ത് മുഖ്യമന്ത്രിയാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു, മേലാ പറഞ്ഞേക്കരുത്. ഒരു നിർബന്ധവുമില്ല. എപ്പോഴാണെന്നറിയോ? മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് മാറി നിൽക്കേണ്ടി വരുന്ന എംപിമാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു എംപിക്ക് മത്സരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. നമ്മൾ ഈ നാണം കേട്ടല്ലേ. നോക്കൂ, ഇതിൽ ആത്യന്തികമായി ആരാ തീരുമാനം എടുക്കേണ്ടത്? MLA-മാരല്ലേ? ആ MLA-മാർക്ക് തീരുമാനം എടുത്തൂടെ? ഏതൊക്കെ ഗ്രൂപ്പുകളിലുള്ള MLA-മാര്? A ഗ്രൂപ്പിലുള്ള MLA-മാര്, I ഗ്രൂപ്പിലുള്ള MLA-മാര്, ഇവരെല്ലാവരും ഒരുമിച്ച് പോയി കേസ് മതി എന്ന് പറയുമ്പോൾ നിരീക്ഷകർ എന്ത് ചെയ്യണം? A ഗ്രൂപ്പും I ഗ്രൂപ്പും ഇപ്പോഴില്ലല്ലോ. രാഹുൽ ഗാന്ധി മോദിക്കെതിരെ സംസാരിക്കുമ്പോൾ ആ മോദിയെക്കുറിച്ചാണ് എക്സാമ്പിളായിട്ട് കാണുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പരിചയം. എന്താ പറഞ്ഞിരിക്കുന്നത്? മോദിക്ക് ആദ്യം പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു പാർട്ടി ലീഡർ എന്ന നിലയിലും ഉള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താ ഒരു പ്രധാനമന്ത്രിയെ പറ്റി പറയുമ്പോഴേ BJP പറയാൻ ഇതൊക്കെ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി പോരാട്ടം നടത്താൻ വേണ്ടി KC വേണുഗോപാൽ പാർലമെന്റിൽ വേണം പറഞ്ഞിട്ട് അതിനെ അന്ന് ന്യായീകരിക്കും. ഇന്ന് അതിനെ വന്നിട്ട് അതെന്താ അങ്ങനെ നടക്കുന്നത് എന്ന് ഇന്ന് ഇവിടെ വന്ന് ഈ കാര്യത്തിൽ ആർക്ക് വേണ്ടി ചോദിക്കുന്നത്? നല്ല കോമഡി. ഈ സമയത്ത് ആന്റോ അഗസ്റ്റിൻ ഒറ്റ ചോദ്യം അവശേഷിക്കുന്നുള്ളൂ. കോൺഗ്രസ് പാർട്ടിയിലെ ഭൂരിപക്ഷം MLA-മാരും KCയെ പിന്തുണയ്ക്കുന്നു എന്ന് അങ്ങനെ ചട്ടിക്കും. കാരണം അങ്ങ് പറയുന്നത് KCയുടെ പക്ഷത്തുനിന്ന് വന്നിരിക്കുന്ന കണക്കാണ്. അപ്പുറത്ത് വേറൊരു കണക്ക് പറയുന്നുണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ആളാക്കണ്ട. അവിടെ യാഥാർത്ഥ്യം പറയുന്ന അത് മനസ്സിലായി. ഇപ്പൊ കണ്ടല്ലേ, ഇതിപ്പോ ഇവര് പറഞ്ഞിട്ട് ഇപ്പൊ ആക്കി എന്താ അറിയോ? നമ്മൾ വേണ്ടി ഇവിടെ KCക്ക് വേണ്ടി വാദിക്കുന്നു. ഇവിടെ വേറെ ആർക്കും വേണ്ടി വാദിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ആക്കണ്ട. വിചാരിക്കല്ലേ? അതാണ് പറയുന്നത്. ഒറ്റ ഇങ്ങനെ KC മറ്റേ വീരചരിതം മുഴുവൻ കേട്ടിട്ട് നിങ്ങളുടെ അടുത്ത് 63 MLA-മാരുണ്ട്. ആ 63 MLA-മാരിൽ എത്ര പേർക്ക് നിങ്ങൾക്ക് അധികാരം കിട്ടുന്നോ, ഭൂരിപക്ഷം കിട്ടുന്നോ, അവർ മുഖ്യമന്ത്രിയാവും. ഇത്രേ പറയുന്നുള്ളൂ. അതിനേക്കാൾ അപ്പുറമില്ല. അതല്ലാന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അതായത് കോൺഗ്രസിന്റെ റൂൾ ബുക്ക് തെറ്റിക്കരുതേ എന്ന് രണ്ടുപേരും അഭിപ്രായപ്പെടുകയാണ്. ഊഞ്ഞാലാട്ടിയതല്ലേ? ഞാൻ അഭിപ്രായപ്പെടുന്നല്ല, അത് കോൺഗ്രസിന്റെ രീതിയാണ്. അതിനപ്പുറത്ത് തെറ്റിക്കണം എന്ന് പറയുന്നവരുടെ താല്പര്യം എന്താണെന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ, അത്രേ ഉള്ളൂ. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. അപ്പോൾ കണക്ക് കൂട്ടലുകൾ തെറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടുപേരും യെസ്, രണ്ടുപേരും ചിലരുടെ കണക്കൂട്ടലൊക്കെ തെറ്റും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.